പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളുമായി പങ്കുവെക്കുന്ന അപ്ഡേറ്റ് ബ്രോൺ സ്ട്രോമൻ റോ എപ്പിസോഡിലൂടെ WWE തിരികെ വരാനുള്ള കാരണങ്ങൾ എന്തൊക്കെയാണ് എന്നതിനെ സംബന്ധിച്ചാണ്. അപ്പോൾ നമുക്ക് അധികം ദീർഘിപ്പിക്കാതെ നേരെ വീഡിയോയിലോട്ട് തുടക്കാം. ആദ്യം നമുക്ക് റോ എപ്പിസോഡിൽ എന്താണ് ബ്രോൺ സ്ട്രോമൻ്റെ സെഗ്മെൻറ്റിൽ നടന്നത് എന്ന് നോക്കാം. യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ചാമ്പ്യനായ ലോഗൻ പോളും അദ്ദേഹത്തിൻ്റെ ബിസിനസ് പാർട്ണറായ സോഷ്യൽ മീഡിയ സ്റ്റാറായ സ്പീഡും കൂടിയിട്ടുള്ള ഒരു ഡ്രാഫ്റ്റ് പിക്ക് അനൗൺസ്മെൻ്റാണ് ആദ്യം നടത്തിയത്. പിന്നീട് ലോഗൻ പോൾ റിങ്ങിലേക്ക് വരുന്നു. അവിടേക്ക് ജെ ഊസോ കയറി വരുന്നു. ജെ ഊസോയെ ലോഗൻ പോൾ നീ പരാജയപ്പെടും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കളിയാക്കുന്നു. ജെ ഊസോയെ ആക്രമിക്കാൻ ഫിൻ ബെലറും JD മെക്ഡോണയും വരുന്നു. ഇങ്ങനെ 3 പേർ ചേർന്ന് ജെ ഊസോയെ ആക്രമിക്കുന്ന സമയത്ത് ലോഗൻ പോൾ ആ റിംഗ് സൈഡിന് പുറത്ത് നിന്നിരുന്ന ഫുട്ബോൾ ടീം അംഗങ്ങളുടെ കയ്യിൽ നിന്ന് അദ്ദേഹത്തിൻ്റെ ആ ഒരു മോതിരം വാങ്ങി ജെ ഊസോയെ ആക്രമിക്കാൻ റിങ്ങിലേക്ക് തിരികെ കയറുന്നു. ജെ ഊസോയെ അടിക്കാൻ വേണ്ടി കൈയോങ്ങുന്നു. പക്ഷേ കൊള്ളുന്നത് JD മെക്ഡോണക്കാണ്. പിന്നെയും അവർ ജെ ഊസോയെ ആക്രമിക്കുന്നുണ്ട്. അവിടെ ജെയെ രക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് ബ്രോൺ സ്ട്രോമൻ വരുന്നത്. ബ്രോൺ സ്ട്രോമൻ വന്നിട്ട് ലോഗൻ പോളിനെ ആക്രമിക്കാൻ ശ്രമിക്കുന്നു. ലോഗൻ പോൾ ഓടി രക്ഷപ്പെടുന്നു. ഫിൻ ബെലറിനെ അദ്ദേഹം ചോക്ക് സ്ലാം കൊടുത്ത് ആക്രമിക്കുന്നു. പിന്നീട് ആ ഒരു ബാരിക്കേഡിന് അപ്പുറത്ത് നിന്നിരുന്ന ഫുട്ബോൾ ടീം അംഗങ്ങളുമായി ഒരു ഫേസ് ടു ഫേസ് വരുന്ന ഒരു സെഗ്മെൻറ്റോട് കൂടിയിട്ടാണ് ബ്രോൺ സ്ട്രോമൻ്റെ ഭാഗം അവർ അവസാനിപ്പിക്കുന്നത്. അപ്പോൾ ബ്രോൺ സ്ട്രോമൻ എന്തുകൊണ്ട് റോ എപ്പിസോഡിൽ തിരികെ വന്നു എന്നുള്ളതിന് 2 കാരണങ്ങളാണ് ഉള്ളത്. അതിൽ ഒന്നാമത്തേത് ബ്രോൺ സ്ട്രോമൻ തിരികെ വരുന്നതിലൂടെ വേൾഡ് ചാമ്പ്യൻഷിപ്പിന് പുതിയ എതിരാളികൾ വരുന്നു എന്നുള്ള ഒരു അർത്ഥം കൂടിയുണ്ട്. അതായത് ഇപ്പോൾ യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ചാമ്പ്യനായ ലോഗൻ പോളിൻ്റെ ഒരു സെഗ്മെൻറ്റിലാണ് ബ്രോൺ സ്ട്രോമൻ വന്നത്. അത് നമുക്ക് മാറ്റി നിർത്താം. വന്ന ഉടനെ തന്നെ ഫിൻ ബെലറിനെയും ഒക്കെ ആക്രമിക്കുന്നത് നമുക്ക് കാണാൻ സാധിച്ചു. ഫിൻ ബെലർ ജഡ്ജ്മെൻറ്റ് ഡേ എന്ന ഫാക്ഷനിലെ അംഗമാണ്. ജഡ്ജ്മെൻറ്റ് ഡേ ഫാക്ഷനിലെ ലീഡർ എന്ന് ഇപ്പോൾ അറിയപ്പെടുന്ന ഡേമിയൻ പ്രീസ്റ്റിൻ്റെ കയ്യിലാണ് നിലവിൽ വേൾഡ് ടൈറ്റിൽ ഉള്ളത്. അപ്പോൾ അതിലൂടെ ഡേമിയൻ പ്രീസ്റ്റും ബ്രോൺ സ്ട്രോമനും തമ്മിലുള്ള ഒരു വേൾഡ് ടൈറ്റിൽ ഫ്യൂഡ് വരാനുള്ള ഒരു സാധ്യതയുണ്ട്. അപ്പോൾ നമ്മൾ ഇതുവരെ റോയിൽ കാണാത്ത അല്ലെങ്കിൽ WWE കാണാത്ത ബ്രോൺ സ്ട്രോമൻ വേഴ്സസ് ജഡ്ജ്മെൻറ്റ് ഡേ എന്നുള്ള ഒരു ഫ്യൂഡ് നമുക്ക് കാണാൻ സാധിക്കും. ഇനി രണ്ടാമത്തെ പോയിൻ്റാണ് കുറച്ചും കൂടി ഇൻട്രസ്റ്റിംഗ് ഉള്ളത്. കഴിഞ്ഞ കുറച്ച് ആഴ്ചകളായി സ്മാക്ഡൗണിലും റോയിലും നിരന്തരമായിട്ട് കുറച്ച് ഗ്ലിച്ചുകളും കുറച്ച് QR കോഡുകളും അവർ നിരന്തരം കാണിക്കുന്നുണ്ട്. അതിലൂടെ അങ്കിൾ ഹൗഡിയുടെ ഒരു തിരിച്ചുവരവിൻ്റെ സൂചനകളാണ് ഇൻഡയറക്റ്റായി നൽകുന്നത് എന്നുണ്ടെങ്കിലും അങ്കിൾ ഹൗഡി തിരികെ വരുമ്പോൾ അത് അങ്കിൾ ഹൗഡി ഒറ്റയ്ക്കാണോ, അങ്കിൾ ഹൗഡിയുടെ കൂടെ മറ്റാരെങ്കിലും ഉണ്ടോ എന്നുള്ളതിനെ സംബന്ധിച്ച് യാതൊരുവിധ സൂചനയും നൽകുന്നില്ല. ഇനി അങ്കിൾ ഹൗഡി തന്നെയാണോ എന്നുള്ള വലിയൊരു സംശയമുണ്ട്. അപ്പോൾ എന്തായാലും അങ്കിൾ ഹൗഡിയുടെ ഒരു തിരിച്ചുവരവ് തന്നെയാണെന്ന് നമുക്ക് ഇപ്പോൾ ലഭിക്കുന്ന നിഗമനത്തിൽ നിന്ന് എത്താൻ സാധിക്കും. എന്തായാലും അങ്കിൾ ഹൗഡി തിരികെ വരുന്ന ഒരു സമയത്ത് ഒരു സ്റ്റോറി ലൈൻ്റെ ഭാഗമായി ബ്രോൺ സ്ട്രോമനെ അങ്കിൾ ഹൗഡിയുടെ കൂടെ ആഡ് ചെയ്യാൻ അവർക്ക് പെട്ടെന്ന് ഇനി സാധിക്കും. അപ്പോൾ അവിടെ ബ്രോൺ സ്ട്രോമൻ ഒരു ട്വിസ്റ്റിലൂടെ പെട്ടെന്ന് അങ്കിൾ ഹൗഡിയുടെ കൂടെ മാറുന്ന ഒരു ഹീൽ ടേണൊക്കെ സ്വീകരിച്ച് അങ്കിൾ ഹൗഡിയുടെ കൂടെ നിൽക്കുന്ന ഒരു റെസ്ലറായി മാറുന്നതായിട്ടും അവർക്ക് കാണിക്കാൻ സാധിക്കും. അപ്പോൾ ഇത്തരത്തിലുള്ള സ്റ്റോറി ലൈനൊക്കെ മുൻകൂട്ടി അവർ തീരുമാനിച്ചിട്ടുണ്ടായിരിക്കും. അതും ബ്രോൺ സ്ട്രോമൻ്റെ റിട്ടേണിന് പിറകിലെ ഒരു കാരണമാണെന്ന് പറയേണ്ടി വരും. കാരണം ബ്രേവേറ്റുമായി പണ്ട് സഹകരിച്ചിട്ടുള്ള എല്ലാ റെസ്ലേഴ്സിനെയും ഉൾപ്പെടുത്തിക്കൊണ്ട് ബ്രേവേറ്റിന് ഒരു ട്രിബ്യൂട്ട് കൊടുക്കുന്ന രീതിയിലുള്ള വലിയൊരു ഫാക്ഷൻ ആയിരിക്കും മിക്കവാറും അങ്കിൾ ഹൗഡി ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. അപ്പോൾ ബ്രോൺ സ്ട്രോമൻ ഒരു ഫേസ് ക്യാരക്ടറാണ്. ആ ഫേസ് ക്യാരക്ടറിൽ നിൽക്കുന്ന ബ്രോണിനെ ഹീലാക്കിക്കൊണ്ട് അങ്കിൾ ഹൗഡി ആ ഒരു ഫാക്ഷനിലേക്ക് കൊണ്ടുവരുന്നു. അത്തരത്തിലുള്ള സ്റ്റോറി ലൈനൊക്കെ കാണിക്കണമെന്നുണ്ടെങ്കിൽ ആദ്യം ബ്രോൺ സ്ട്രോമനെ ഒരു ഫേസ് ആക്കിയിട്ട് അവർ കുറച്ചു കാലം ബിൽഡ് ചെയ്യണം. അതിൽ നിന്ന് ഇഞ്ചുറിയിൽ നിന്ന് മുക്തമായ ബ്രോൺ സ്ട്രോമനെ അവർ തിരികെ കൊണ്ടുവന്ന് കുറച്ച് സ്റ്റോറി ലൈനൊക്കെ കൊടുത്ത് പഴയ പോലെ കാണികളുമായിട്ടൊന്ന് കണക്ട് ചെയ്യിപ്പിക്കണം. അതും ബ്രോൺ സ്ട്രോമൻ്റെ ഈ ഒരു തിരിച്ചറിവിന് പിറകിലുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ നിങ്ങൾക്കിതിൽ എന്ത് കാരണമാണ് കൃത്യമായിട്ട് ബ്രോൺ സ്ട്രോമൻ്റെ തിരിച്ചറിവിൻ്റെ ഒരു കാരണമെന്ന് തോന്നുന്നത് അത് കമൻറ്റ് ബോക്സിൽ ഒന്ന് രേഖപ്പെടുത്തുക. അതല്ല മറ്റു കാരണങ്ങളുണ്ടോ അതും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അപ്പോൾ അടുത്തൊരു വീഡിയോയുമായി കാണുന്നത് വരെ ബൈ.